ഇത് മാരുതി സിയാസ് ആണ്, ഡീസലാണ്, സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷനിലാണ്. ഇത് വന്നിട്ട് റെനോൾട്ട് ക്യാപ്ചറാണ് വണ്ടി. ഇത് 2019 മോഡലാണ്, പ്ലാറ്റൈൻ ആണ് വേരിയൻറ്റ്. ഇത് ഹോണ്ട സിറ്റിയാണ് വെഹിക്കിള്, 2015 മോഡലാണ്, CVT ട്രാൻസ്മിഷനാണ് വരുന്നത്, ഓട്ടോമാറ്റിക് 1.5 ആണ്. ഹുണ്ടായി സാൻഡ്രോ ആണ്, 2007 മോഡലാണ്. ഇത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഇത് 2025 മോഡൽ താർ റോസ് ആണ്. നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ, റേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. RJM കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. നമ്മൾ 2 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്യുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്നതും എടുക്കാൻ കൊള്ളാവുന്നതുമായ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതേപോലെ 85,000 രൂപ തൊട്ടാണ് ഇത്തവണത്തെ ഷോപ്പിൽ കിടക്കുന്ന വണ്ടി. 85,000 രൂപയ്ക്ക് ഒരു സാൻഡ്രോ, പിന്നെ ഒരു 1.25 അടുപ്പിച്ചൊരു ഓൾട്ടോ. അത് രണ്ടുമാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കായിട്ട് കിടക്കുന്ന 2 വണ്ടികൾ. ബാക്കിയുള്ള എല്ലാം ഒരുവിധം മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കൊക്കെ എടുക്കാവുന്നതും, അതായത് ഇപ്പം ഒരു എടുത്ത് 2-3 വർഷത്തേക്ക് വലിയ പണിയൊന്നും വരാത്ത ടൈപ്പ് വണ്ടികൾ നോക്കുന്ന തരം ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഹലോ ബ്രോ, നമസ്കാരം. എങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞാൽ ഏകദേശം എത്ര രൂപയൊക്കെ ഉള്ള ഒരു വണ്ടിയുണ്ട് ഇവിടെ? നമുക്കിവിടെ 84 തൊട്ട് വണ്ടികൾ കിടപ്പുണ്ട്. ഈ 84ൻ്റെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഏത് വർഷമായിരിക്കും? നമുക്കത് 2007 ആണ് വരുന്നത്, സാൻഡ്രോ ആണ്. ക്വാളിറ്റി ആവറേജ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. ഈ സ്ഥലം, ഈ സ്ഥാപനം എവിടെയാണ് കറക്റ്റ് നിൽക്കുന്നത്? നമുക്ക് തിരുവനന്തപുരത്ത് കല്ലുമൂട് മുട്ടത്തറ ഭാഗത്തായിട്ട് വരും. മുട്ടത്തറ, കല്ലുമൂട് എന്ന് പറയും. ഓക്കെ. ഇവിടുത്തെ വണ്ടികൾ ഇപ്പം കിടക്കുന്നതിൽ ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ വല്ലതും കിടപ്പുണ്ടോ? അതെ, ഉണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് കൊണ്ട് നോക്കാം. ഇത് വന്നിട്ട് ഇറ്റിയോസ് ക്രോസ് ആണ് വണ്ടി, 2014 മോഡലാണ്, സെക്കൻഡ് ഓണർ, 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 65? ജെനുവിൻ കിലോമീറ്റർ ആണ്. ടയേഴ്സ് സെക്കൻഡ് ടയറാണ്, പക്ഷേ ഓടി അത്യാവശ്യം വണ്ടിക്കകത്തെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റൊക്കെ അടിച്ച മോഡലാണ്. ഫോർഡോ പവർ വിൻഡോസാണ്. ഡോറൊക്കെ നോക്കിയാലൊക്കെ പ്രത്യേക റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇല്ല. നമുക്കെല്ലാം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഈ കമ്പനി സർവീസ് ഉള്ളതാണ്? കമ്പനി സർവീസ് അവസാനം വരെ. അതെ. എത്ര ചോദ്യം? എത്ര? ഇത് വന്നിട്ട് നമുക്ക് 425 കൊടുക്കാം. 425. ഇപ്പോൾ ഒരു 50,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? നമുക്ക് മാക്സിമം ചെയ്യാം, ഇറക്കാൻ പറ്റും. ഇത് വന്നിട്ട് വോൾസ്വാഗൻ വെൻഡോ, ഇത് 2017 മോഡലാണ്, 1.2 TSI കംഫർട്ട് ലൈൻ, പെട്രോളാണ് വണ്ടി വരുന്നത്. നമുക്ക് സിംഗിൾ ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? നമുക്ക് 30,000 കിലോമീറ്ററാണ് ഈ വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് 30 ഓടിയിട്ടുള്ളൂ? അതെ, ഫുള്ള് ഷോറൂം സർവീസാണ്, വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് വന്നിട്ട് നമുക്കൊരു 588 വരും. 588. ടയേഴ്സ് ഫസ്റ്റ് ടയർ അടക്കണം അല്ലേ? അതെ, കമ്പനി ടയേഴ്സ്. കമ്പനി ടയർ തന്നെ നടക്കുന്നത്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഫോർഡ് പവർ വിൻഡോസാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയിട്ട് വരുന്നില്ല. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റൊക്കെ അടിച്ച് വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 50 രൂപയ്ക്കൊക്കെ ഇറക്കിക്കൂടെ? ഇതൊക്കെ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. ഫ്രണ്ട് ടയർ എല്ലാം ഫസ്റ്റ് ടയർ തന്നെ അടക്കണേ, മാറിയിട്ടില്ല. ഓക്കെ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. ടൊയോട്ട ഇന്നോവ, ഇത് 2.5 V ഓപ്ഷനിൽ വരുന്ന വെഹിക്കിളാണ്. ഏത് വർഷം? 2015 മോഡലാണ്. 15. അതെ, സെക്കൻഡ് ഓണറാണ്. ഒറിജിനൽ കേരളയാണോ? ഇത് നമുക്ക് ഹരിയാന രജിസ്ട്രേഷനാണ്. ഹരിയാന രജിസ്ട്രേഷൻ. കിലോമീറ്റർ ഒക്കെയാണ്? കിലോമീറ്റർ വന്നിട്ട് ഇത് 1.12 ആയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്ററാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ട് ഇതിനകത്തൊന്നുമില്ല. ഇല്ല. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ ഒന്നുമില്ല? ഇല്ല. ഒന്നുമില്ല. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കവേഴ്സ് വന്നിട്ടില്ല, പക്ഷെ വണ്ടി ക്യാൻ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോറൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇത് ഇവിടുത്തെ ഒട്ടിപ്പിളായി പോയി, അല്ലാതെ വേറെ ഒന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, എല്ലാം വണ്ടി ഡീസൻ്റായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് എങ്ങനെയാണ്? ടയേഴ്സ് തേഞ്ഞ് തീരാറായിട്ടുണ്ട്. ടയർ എങ്ങനെയാണ്? മാറി കൊടുക്കുമോ?
നോക്കാം, നമുക്ക് റേറ്റ് അനുസരിച്ചാണ് അതിൽ സംസാരിക്കുമ്പോൾ ക്ലിയർ ചെയ്യും. ഓ ഓക്കെ, എത്ര ചോദിക്കുന്നത് എത്രയാ? ഇത് വന്നിട്ട് 9.5 റേറ്റ്. 9.5. ഇത് ഹോണ്ട സിറ്റിയാണ് വെഹിക്കിള്. 2015 മോഡലാണ്. CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് 1.5 ആണ്. ഇത് ഹോണ്ട സിറ്റിയാണ് വെഹിക്കിള്. 2015 മോഡലാണ്. CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് 1.5 ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഓക്കെ, ഇതുവരെ ഓടി മൊത്തം. ആ, ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. ഫോർഡോ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. മൈലേജ് എങ്ങനെ കിട്ടും? മൈലേജ് നമുക്കൊരു 12-13 റേഞ്ച്. ആ റേഞ്ച് കിട്ടും. ലോങ് പോകുമ്പോൾ അപ്പോൾ അതിൽ കൂടുതൽ കാണത്തില്ലേ? ഇത് സിറ്റിയിലല്ലേ നീ പറഞ്ഞത്? സിറ്റിയിലെ ഒരു കാര്യം. സിറ്റിയിൽ. ഓക്കെ, ബാക്ക് AC കൊണ്ടൊക്കെ വരുന്ന മോഡലാണ്. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. കളർ ഫെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ടയേഴ്സിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സും കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് നമുക്ക് ഒരു 6.75 ആവും. 6.75. ഇത് വന്നിട്ട് റെനോൾട്ട് ക്യാപ്ചറാണ് വണ്ടി. ഇത് 2019 മോഡലാണ്. പ്ലാറ്റൈനാണ് വേരിയൻറ്റ്. ഡീസലാണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഡുവൽ ടോൺ ആണല്ലേ? ആ, ഡുവൽ ടോൺ. ഇത് ടോപ്പിൻ്റെ വേരിയൻറ്റിലാണോ? പ്ലാറ്റൈൻ. ആ, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് അത്യാവശ്യം ടയർ കിടപ്പുണ്ട്, തീരെ ഇല്ലെന്നല്ല. വണ്ടി ഞാൻ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ചേർന്ന് വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. ടോപ്പ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുകൂടി ഞാൻ ചോദിച്ച് ഉറപ്പിച്ചതാണ്, മറന്നുപോയി, തെറ്റിപ്പോയത്. എങ്ങനെയാണ്? ബാക്ക് AC ഒക്കെ വരുന്ന മോഡൽ തന്നെയാണ്. ടോപ്പ് ബ്ലാക്ക് ആണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് പ്രൈസ് നമുക്ക് 7.60 ആവും. 7.60. ഇത് പെട്രോൾ അല്ലേ? ഡീസൽ. മൈലേജ് എങ്ങനെയാണ്? ഇതിന് മൈലേജ് നമുക്കൊരു 17-18 സിറ്റിയിൽ തന്നെ കിട്ടും. ഇതിൻ്റെ എന്തുവാ സർവീസും കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയാണ്? ഫുൾ ഇതുവരെ ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഇത് വന്നിട്ട് മാരുതി ആൾട്ടോ 800 ആണ്. 2014 മോഡൽ. LXA ആണ് വേരിയൻറ്റ്. 85,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 85. ആ, ടയേഴ്സ് സെക്കൻഡ് മാറി, അത് അത്യാവശ്യം ഓടി തീരാറായിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഈ ആക്സിഡന്റ് ചെറിയ ആക്സിഡന്റ് ഉണ്ടാവുള്ള വണ്ടിയാണ്. അഫ്രോൺ സൈഡൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല? ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല. ബാക്ക് ടയർ മേജർ ഇടിയോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഇല്ല. വണ്ടിക്കകം ബോണ്ട് ഒക്കെ ഒന്ന് കാണിക്കാവോ? വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ കൊള്ളാം, വൃത്തിയിടൊന്നുമില്ല. ഫ്രണ്ട് നോക്കിയാൽ വണ്ടിക്കകം ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. 2 ഡോർ പവർ വിൻഡോസാണ്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടൊക്കെയാണ്. വണ്ടി ആ രീതിയിൽ വൃത്തിയാണ്. ഫ്രണ്ട് സൈഡിനൊന്നും കുഴപ്പമൊന്നുമില്ല. ക്രോസ് ബാറിന് കുഴപ്പമില്ല. അങ്ങനെയുള്ള യാതൊരു അപാകതകളും വണ്ടിക്കില്ല. ഒന്ന് തട്ടി അല്ലേ? 2 ഗ്ലാസ് പൊട്ടി എന്നുള്ളതാണ്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് നമുക്കൊരു 1.60. 1.60. ഉണ്ട്. i20 ആണ് വണ്ടി. 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 40,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഡീസലാണ് വണ്ടി. ഡീസൽ. ഒരു മൈലേജ് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? മൈലേജ് നമുക്കിനി 20 എബോവ് കിട്ടും. 20 എബോവ് മൈലേജ് ഉണ്ട്. കമ്പനി സർവീസ് തന്നെയാണല്ലോ? റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. അത് വണ്ടി കാണാനുണ്ട്. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് അലോയ് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്തേക്കുന്നത്. ബാക്ക് AC ഒക്കെ വരുന്ന മോഡാണ്. ടയേഴ്സിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരു 50% മേളിൽ ടയേഴ്സ് കിടപ്പുണ്ട്. കുഴപ്പമില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും ഒക്കെ വെച്ച് മോഡലാണ്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നതാണ്. ഫോർഡോ പവർ വിൻഡോസാണ്. സ്പോർട്സ് ആണ്. സീറ്റ് കവേഴ്സായിട്ട് പക്ഷേ ചെയ്തിട്ടില്ല. കമ്പനി സീറ്റ്സ് ആണ്. എത്ര ചോദ്യം? 890. ഇത് 890 റേറ്റ്. ഇത് ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണോ? ഫുൾ ഓൺ കയറുന്ന വണ്ടി. ഇത് കറുപ്പാണോ ബ്ലൂ ആണോ? ശരിക്കും ബ്ലാക്ക് അല്ല, ഇതൊരു ബ്ലൂ ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. പുള്ളി ഇന്നലെ ഇവിടുന്ന് വണ്ടി എടുത്തതാണ്.
നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? അഭിലാഷ്. അഭിലാഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറാണ്. ഏത് വണ്ടി ഇവിടെ നിന്ന് എടുത്തത്? ഞാൻ എടുത്തത് വാഗണർ. വാഗണർ. ഏത് വർഷം? മോഡൽ. 8. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഓക്കെയാണ്, കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ വന്ന് ചിറയൻകീഴിൽ വന്നത്, ആറ്റിങ്ങൽ ചിറയൻകീഴിൽ വന്നത്. ഈ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. അവിടെ നിന്ന് ചിറയൻകീഴ് വന്ന്, ചിറയൻകീഴിൽ നിന്ന് ഇവിടെ വന്ന് ഇന്നലെ വന്ന് ഡെലിവറി ആയി വണ്ടി. ഇപ്പോൾ ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷ്. അപ്പോൾ അവരുടെ തന്നെ ഷോറൂമിൽ കയറ്റിയിട്ടുണ്ട്. അതിവിടെ അപ്പുറത്ത് തന്നെ അവർ തന്നെ പറഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി ഷോറൂം കണ്ടീഷനിൽ വണ്ടി തരുള്ളൂ. ഇന്നലെ തന്നെ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു അങ്ങനെ പറ്റില്ല. അവരെ ഒരു പോളിസി എങ്ങനെയാണ്, വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തേ അവർ വണ്ടി കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അണ്ണൻ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ. ഇന്നിപ്പോൾ ജസ്റ്റ് അവർ വർക്ക് നടക്കുകയാണ് അവിടെ. ഞാൻ വണ്ടി കാണാനായിട്ട് ഇപ്പോൾ വന്നതാണ്. അപ്പോഴും പറഞ്ഞ അവർ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാനിപ്പോൾ അങ്ങോട്ട് പോകും. വന്നിട്ട് ടൊയോട്ട ഇറ്റിയോസ് ആണ്, ലിവ ജി ആണ്. ഇത് 2011 മോഡലാണ്, സിംഗിൾ ഓണർ. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെനുവനല്ലേ? ജെനുവനാണ്. ഇത് ഡീസലല്ലേ? പെട്രോളാണ്. പെട്രോൾ മാനുവൽ. ഓക്കെ. വണ്ടി കാണാനൊക്കെ ഉള്ള എന്തെങ്കിലും റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ലെഫ്റ്റ് സൈഡ് 2 ഡോർ റീപ്ലേസ് ഉണ്ട്. അത് കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. ബാക്ക് സൈഡ് വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടേക്കാണ്. ഈ സർവീസൊക്കെ ചെയ്തേക്കുന്ന കമ്പനി തന്നെയാണ്? കമ്പനി തന്നെയാണ് ചെയ്തേക്കുന്നത്. കമ്പനി തന്നെയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്ന മോഡലല്ല. 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വണ്ടി ഓർമ്മ കാണാൻ കൊള്ളാം. പക്ഷെ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? ടയർ മോശമാണ്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 2.5 നമുക്ക്. 2.5. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50 ആ റേഞ്ചൊക്കെ ചേർക്കാം. ഓക്കെ. ടയർ മാറി കൊടുക്കണം കേട്ടോ, വരുന്ന ആൾക്കാർക്ക് ടയർ മാറി കൊടുക്കണം. ടയർ മോശമാണ്. ഹോണ്ട സിറ്റി ആണ്, 5th ജെൻ ആണ്, 2020 മോഡലാണ്. 3rd ഓണർഷിപ്പിലാണ് നിൽക്കുന്ന ഈ വണ്ടി. 76,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? 3rd ഓണർഷിപ്പായി. 3rd ഓണർഷിപ്പ്. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, എല്ലാം കമ്പനി സർവീസ് തന്നെയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഓണർഷിപ്പിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് 3rd ഓണർ ആയിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് വരുന്നതാണോ? ഏതാ? ആൻഡ്രോയിഡ് കമ്പനിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. നീ പറഞ്ഞില്ലല്ലോ. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 995 വരും. 995. ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പം അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് കിടപ്പുണ്ട്. ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല ടയേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. വണ്ടിയുടെ ബോഡി കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കൊള്ളാം, നല്ല കളറിങ്ങാണ്. ടൊയോട്ട ഇറ്റിയോസ് ആണ് വണ്ടി. ലിവ GD ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഓട്ടോ എന്താണ്? 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഡീസലാകുമ്പം ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു 18-20 ആ റേഞ്ചിന് മൈലേജ് കിട്ടും. 18-20 ആ റേഞ്ചിനൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഈ അലോയ് വീൽസ് പ്രത്യേകം വെച്ചാണോ? അത് അഡീഷണൽ വെച്ചാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. 2015 മോഡലാണ്. 15 അല്ലേ? നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൃത്തിയായിട്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഡോർ പാഡും ഒക്കെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും ആ രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതൊരു 5,35,000. 5,35,000. 2015 മോഡൽ അല്ലേ? 15 മോഡൽ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണറാണ്. ഇത് നിസാൻ മൈക്രയാണ് വണ്ടി. 2015 മോഡലാണ്. 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ഓർ പെട്രോൾ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ചെറിയ ബമ്പർ ടച്ചപ്പ് ഒക്കെ ഉണ്ട്. അത് പഴയ വണ്ടിയൊക്കെ ആകുമ്പോൾ എന്തായാലും അത് കാണുമല്ലോ. ടയേഴ്സിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സാണ്. റീപ്ലേസ് ഇല്ല. ഓക്കെ. മൈലേജ് എങ്ങനെ കിട്ടുന്നത്? മൈലേജ് നമുക്കൊരു 14-15. 14-15. ഓക്കെ. ബാക്ക് ടയർ നോക്കിയാലൊക്കെ ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? എത്രയാണ് ചോദ്യം എത്രയാണ്? ഇത് വന്നിട്ട് നമുക്കൊരു 2,45. 2,45. ഈ ഒരു 50 രൂപ അതോ ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ നമുക്കൊരു 5 ഇയേഴ്സ് ലോൺ കിട്ടും. 5 ഇയേഴ്സ് ലോൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫുൾ ലോൺ കയറുമോ അതോ
ഉള്ള 50,000 രൂപ അങ്ങനെ സിവിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. 2015 മോഡലായതുകൊണ്ട് എന്തെങ്കിലും തരേണ്ടി വരും. ആ ഓക്കെ, വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആക്സിഡൻറ്റേഴ്സ് ഒന്നും ഇല്ലേ? ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, എല്ലാ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് മാരുതി സിയാസ് ആണ്, ഡീസലാണ്, സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷനിലാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90 കിലോമീറ്ററൊക്കെ ജെന്യുവനാണേ? ഒക്കെ ഇല്ല, കിലോമീറ്ററൊക്കെ ജെന്യുവനാണ്. ജെന്യുവനാണ്. 2018 മോഡലാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഗിയർ നോബ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ട്, അത് നമ്മൾ മാറ്റി തരുന്നത്. ക്ലിയർ ചെയ്യുമല്ലോ? ക്ലിയർ ചെയ്യും. എത്ര ചോദ്യം? ഇത് വന്നിട്ട് നമുക്കൊരു 7 lakh അടുപ്പിച്ചു. 7 lakh. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. സെക്കൻഡ് ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷൻ. ഡെൽറ്റ വേരിയൻറ്റ്. സ്റ്റിയറിംഗ് കൺട്രോൾസും 4 പവർ വിൻഡോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. മാനുവലാണ് വണ്ടി. നല്ലൊരു സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു 50 അല്ലെങ്കിൽ 1 അടുപ്പിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം അല്ലേ? ആ, ഇതൊക്കെ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യും. ആൾട്ടോ കേട്ടനാണ്, VHC വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ് വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ബാക്ക് ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഡിക്കി മാത്രമാണോ? ആ, 90,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യുവൻ അല്ലേ? ജെന്യുവൻ കിലോമീറ്ററാണ്. ജെന്യുവൻ കിലോമീറ്റർ. ബാക്ക് ഡിക്കി പോയിട്ടുണ്ട്. ഇത് കമ്പനി തന്നെ മാറിയാണോ അതോ വെളിയിൽ കൊടുത്താണോ ചെയ്തത്? കമ്പനി തന്നെയാണ് മാറിയത്. കമ്പനി തന്നെയാണ്. ഇവിടെ ഒരു ചണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, 1-2 ചണക്കുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വണ്ടിക്കകം ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കൂടെ പവർ വിൻഡോസാണ്. ഫ്രണ്ടും വലിയ വൃത്തിയോടൊന്നുമില്ല, നല്ല ഒരു ആവറേജ് കണ്ടീഷൻ അല്ലേ? ആ ഒരു രീതിയിലെ വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1.35. 1.35. 2010 മാനുഫാക്ചർ 11 രജിസ്ട്രേഷനാണ്. ഇത് ആൾട്ടോ കേട്ടനാണ്, VHC വേരിയൻ്റാണ്. ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ്. 2019 മോഡലാണ്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. സിംഗിൾ ഓണറാണ്. 8,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 8,000? 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏത് വർഷമായിരുന്നു? 2019 വണ്ടി. 8,000 കിലോമീറ്റർ. 2 ഡോർ പവർ വിൻഡോ ആണ്. എന്നിരുന്നാൽ പോലും കിലോമീറ്റർ ഒരു മെയിൻ സംഭവമാണെങ്കിലും ജെന്യുവൻ കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതൊക്കെയാണ്. പക്ഷേ ഈ ഇത്രയും വർഷമായിട്ട് ഓടാതിരിക്കുന്ന വണ്ടി അത് ദോഷമാണ്. ആ രീതിയിൽ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ടയേഴ്സ് എല്ലാം അപ്പം ഫസ്റ്റ് ടയേഴ്സ് തന്നെ കിടക്കുന്നത്. അതിൻ്റേതായ വൃത്തി വണ്ടിക്ക് കൊണ്ട് ഓടിയിട്ടില്ല, അതുകൊണ്ട് കളർ ഫേഡോ കാര്യങ്ങളൊന്നുമില്ല. ആ രീതിയിൽ വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 460 ഇതിൻ്റെ റേറ്റ്. 2019 വണ്ടിയുടെ 19 വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാണ് എന്നും പറഞ്ഞ് ഇത്ര റേറ്റ് എന്തുകൂടെ? അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നമുക്ക് ഇതിനൊക്കെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര വർഷം? നമുക്കൊരു 1 ഇയറൊക്കെ വാറണ്ടി കൊടുക്കാം. മാരുതി ബലീനയാണ്, ഡെൽറ്റ വേരിയൻറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് 2018 മോഡലാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. പെട്രോൾ അല്ലേ? പെട്രോളാണ്. പെട്രോൾ. ടയേഴ്സ് ഏകദേശം തീർന്നിട്ടുണ്ട്. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 460 വരും. 460. വണ്ടിക്കകം സീറ്റ് കവറൊന്നും ചെയ്തില്ല, നോർമൽ സീറ്റ് തന്നെയാണ് കിടക്കുന്നത്. സീറ്റ് കവർ ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം വരുന്ന ഒരു മോഡൽ തന്നെയാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 460 അല്ലേ? 460. ലാസ്റ്റ് പ്രൈസാണോ? ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ തോതിൽ. ഹുണ്ടായി i20 ആണ്. ആസ്ത വേരിയൻറ്റിലാണ് നിൽക്കുന്നത്. 2015 മോഡലാണ്. സിംഗിൾ ഓണർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞു. അപ്പം ഡീസലോ പെട്രോളോ? ഡീസലാണ്. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. എങ്ങനെയാണ്? കമ്പനി സർവീസാണോ? കമ്പനി സർവീസാണ്. കമ്പനി സർവീസ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. നല്ല ക്വാളിറ്റി ടയർ തന്നെയാണ് കിടക്കുന്നത്. വണ്ടിക്കകത്ത് നോക്കിയാലും AC വെൻ്റെയൊക്കെ ബാക്കിലും വരുന്ന മോഡലാണ്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്.
സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. കൂടെ പവർ വിൻഡോയും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവലാണ് വണ്ടി. ഇത് മൈലേജ് എങ്ങനെ കിട്ടും? മൈലേജ് നമുക്കൊരു 20 above കിട്ടും. 20 above കിട്ടും. നമുക്ക് ഇതിൽ ചെറിയൊരു ഇതുണ്ട്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് ഇതിൻ്റെ, കമ്പനി തന്നെയാണ് മാറിയിരിക്കുന്നത്. അല്ല വേറെ സാധനങ്ങൾ വല്ല വേറെ ഭാഗങ്ങളായിട്ടൊന്നുമില്ല. ബമ്പർ അങ്ങനെയൊന്നും ഇല്ല ഇല്ല. ഇത് ഒട്ടിച്ചേക്കാണ് ടോപ്പ്? ടോപ്പ് അത് അവർ രണ്ടാമത് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, സ്റ്റിക്കർ വർക്കാണ്. സ്റ്റിക്കർ വർക്ക്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് ഒരു 480 വരും. 480. 2025 മോഡൽ താർ റോഡ്സ് ആണ്. നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ. റേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് നമുക്ക് 202 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ള? 202 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും മാറുന്നു. ഫ്രഷ് വണ്ടി. അപ്പോൾ റീപ്ലേസ് എന്ന് പറയാനൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ ഒന്നും. ഇതിൻ്റെ റേറ്റ് ഒരു ഏകദേശം പറയാൻ പറ്റുമോ? ഏകദേശം ഒരു 24 അടുപ്പിച്ച് വരും. പുത്തൻ വണ്ടി. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുള്ള മോഡലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാം വരുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക് ആണോ ഇത്? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഇത് പെട്രോളോ ഡീസലോ? ഇപ്പോൾ പെട്രോൾ ഉണ്ടല്ലോ. പെട്രോളാണ്. പെട്രോൾ ഉണ്ട്. ബാക്ക് AC ഒക്കെ വരുന്ന മോഡാണ്. അതിൻ്റെ കൺട്രോൾ പുത്തൻ വണ്ടി. ഒരു പൊട്ട് അഴുക്കെന്ന് പറയാൻ ഒന്നും പോലും ഇല്ല. കൊള്ളാം. ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് ആണ്. ഇത് വരുന്നുണ്ടല്ലേ? സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഒരു 25 ലക്ഷത്തിനകത്തില്ലേ? നല്ല പുതുപുത്തൻ വണ്ടി. അതിനകത്ത് ഞാൻ എന്ത് ചോദിക്കാനും പറയാനാണ്. ഹുണ്ടായി സാൻഡ്രോ ആണ്. 2007 മോഡലാണ്. ഇത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഇല്ല. ഓക്കെ. വണ്ടി ബോഡി കണ്ടിട്ട് വലിയ അപാകതകളൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ടയർ വലുതായിട്ടില്ല. ഫ്രണ്ട് ടയർ ഉണ്ടോ? ഫ്രണ്ട് ടയർ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ബാക്ക് കുറവാണ്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി എന്നതേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ഒരു വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 85 രൂപ. 85,000. അത് കുറയും എന്തെങ്കിലും? അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. ആ ഒരു റേഞ്ചിനൊക്കെ ഓക്കെ. ആ രീതിയിലുള്ള പ്രൈസിന് വാങ്ങിക്കാവുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെ. ഉണ്ട്. i20 ആണ്. ഡീസൽ ഓപ്ഷനാണ്. നമുക്ക് ഇത് സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഒരു 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജനുവൻ കിലോമീറ്റർ ആണോ? ജനുവൻ കിലോമീറ്റർ ആണ്. ഡീസലാ? ഡീസലാണ്. സ്പോർട്സ് വേരിയൻ്റ് ആണ്. വണ്ടിക്കകം സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന 2014 മോഡലാണ്. വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നല്ലതൊക്കെ കാണാൻ വൃത്തിയാണ്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. മാനുവലാണ്. കോഡ് പവർ വിൻഡോയും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. മോശമില്ലാത്ത ടയറുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 398 വരും. ബാക്ക് ടയർ മൊട്ടയാണ്. ഫ്രണ്ട് ടയർ നല്ല ടയറായിരുന്നു. 398. 2014 ഹുണ്ടായി ഗ്രാൻഡ് ഐട്ടണാണ്. ആസ്തയാണ്. ഫുൾ ഓപ്ഷനാണ്. 3rd ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ് വണ്ടി. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര? 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000. 65,000 കിലോമീറ്റർ. ടയേഴ്സ് തീരാറായിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു കളർ. ബാക്ക് AC വരുന്ന മോഡലാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഇത് പെട്രോൾ അല്ലേ? പെട്രോളാണ്. പെട്രോൾ. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 3.5 3.5. ലാസ്റ്റ് പ്രൈസാ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. 1-2 വണ്ടികൾക്ക് മാത്രമാണ് ചെറുതായിട്ട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷേ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികൾ തന്നെയായിരുന്നു. അപ്പം വിശ്വസിച്ചെടുക്കാവുന്ന ഒരു ഇതെന്ന് പറയാൻ നമ്മുടെ സബ്സ്ക്രൈബർ വന്നൊരു വണ്ടി എടുത്തു. ആ പുള്ളിക്ക് ആ വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വണ്ടികൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. പിന്നെ എത്ര നല്ല ഷോപ്പെന്ന് പറഞ്ഞാലും യൂസ്ഡ് വണ്ടികളുടെ ഷോപ്പാണ്. അപ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ കൂടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നല്ലപോലെ നോക്കി എടുത്തുകൊണ്ട് പോവുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഉപകരിച്ചാണെന്നുള്ള വിശ്വാസം കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴത്തെ നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.